കിഴരിയൂർ തുറയൂർ വില്ലേജുകളിലായി പ്രവർത്തിച്ച തങ്കമല കരിങ്കൽ ക്വാറിയുടെ ലൈസൻസ് പിൻവലിച്ചു. ഭരണസമിതി പ്രത്യേകം വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. പ്രദേശവാസികളും രാഷ്ട്രീയ പാർട്ടികളും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി വന്നത്. കിഴരിയൂർ തുറയൂർ വില്ലേജുകളിലായി വ്യാപിച്ചു കിടക്കുന്ന കൊയിലാണ്ടിയിലെ തങ്കമല കരിങ്കൽ ക്വാറിക്കെതിരെയാണ് ഖനനാനുമതി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് കൊയിലാണ്ടി ഗ്രാമപഞ്ചായത്ത് പുറത്തിറക്കിയത്. ലൈസൻസ് ലഭിക്കുന്നതിനായി ക്വാറി ഉടമ ഹാജരാക്കിയ പാരിസ്ഥിതികാനുമതി പത്രം റദ്ദ് ചെയ്യുന്നതിനായി നിയമ നടപടികൾ സ്വീകരിക്കാൻ ഭരണസമിതി വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായതായി പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല അറിയിച്ചു. ജനജീവിതം വളരെയധികം ദുസ്സഹമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പഞ്ചായത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, പഞ്ചായത്ത് ഭരണസമിതിയല്ല ഈ ഒരു ലൈസൻസിനോ മറ്റോ അനുമതി കൊടുക്കുന്നത്. നമുക്കറിയാം, ഒരു ലൈസൻസിന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിയമാനുസൃതമായ എല്ലാ രേഖകളും കൂടി വരികയാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ അവർക്ക് അനുമതി കൊടുക്കാം. ലൈസൻസ് പുതുക്കാനാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട്, അതായത് ഇന്ന് അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ നാളെ തന്നെ സെക്രട്ടറിക്ക് ആ ലൈസൻസ് പുതിയ ലൈസൻസ് പുതുക്കി കൊടുക്കാനും നിയമമുണ്ട്. ആ രീതിയിലേക്ക് ഇതൊരു ഭരണസമിതി ചർച്ച ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല. ആ ഒരു രീതിയിലേക്കാണ് ഇപ്പം വന്നിരിക്കുന്നത്. ലൈസൻസിനായി സമർപ്പിച്ച പല രേഖകളിലും പരാമർശിക്കുന്ന കാര്യങ്ങൾ ക്വാറി ഉടമ ലംഘിച്ചതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രദേശവാസികളും CPIM നേതൃത്വവും സമരസമിതിയും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചത്. 2023 ഒക്ടോബർ 7 ചേർന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം ലംഘനങ്ങൾ സംബന്ധിച്ച് പരിശോധന നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനായി ജില്ലാ എൻവയോൺമെന്റൽ ഇംപാക്ട് അസസ്മെന്റ് അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. ദിവസങ്ങൾക്ക് മുമ്പേ ഉണ്ടായ ശക്തമായ മഴയിൽ ക്വാറി മാലിന്യങ്ങളും മറ്റും സമീപ പ്രദേശങ്ങളിലേക്കും വീടുകളിലേക്കും ഒലിച്ചിറങ്ങിയതാണ് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത്. ജില്ലാ ഭരണകൂടവും ബന്ധപ്പെട്ട വകുപ്പുകളുമായി വ്യവസ്ഥകൾ ലംഘിച്ചുള്ള ഖനനത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട അപകടകരമായ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് നേരിട്ട് നടപടി സ്വീകരിച്ചതെന്ന് ഭരണസമിതി യോഗത്തിൽ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK നിർമ്മല, വൈസ് പ്രസിഡന്റ് NM സുനിൽ, സജീവൻ, സുരേഷ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി.